നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള മഹിത മാതൃക. നമ്മൾ പഠിക്കുന്ന ഈ വചനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് എന്ന് തുടങ്ങി. എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം? നമ്മൾ തിരുമൊഴി കേട്ടത് ഫലം യസൽ യബ്കി ഹത്താ ബല്ല ഹിജ്റഹു, അവിടുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു അവിടുത്തെ മടിത്തട്ട് നനയുവോളം. സുമ്മ ബക ഫലം യസൽ യബ്കി ഹത്താ ബല്ല ലിഹ്യതഹ, പിന്നെയും കരഞ്ഞു, കരച്ചിൽ തുടർന്നു അവിടുത്തെ താടി നനയുവോളം. സുമ്മ ബക ഫലം യസൽ യബ്കി ഹത്താ ബല്ലൽ അർദ്, പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു നിലത്ത് കണ്ണീർ വീണ് നനയുന്നത് വരെ. അതിൽ പിന്നെയാണ് ബിലാൽ വന്ന് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുവാനുള്ള സമ്മതം ചോദിക്കുന്നത്. തിരുനബി കരയുന്നത് കണ്ടപ്പോൾ അവിടെയാണ് ചോദിച്ചത്, യാ റസൂലല്ലാഹ് ലിമ തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമൊക്കെ അള്ളാഹു താങ്കൾക്ക് പൊറുത്തിരിക്കെ അങ്ങ് എന്തിനാണ് കരയുന്നത് തിരുദൂതരെ എന്ന്. അവിടെയാണ് പ്രതികരണം തിരുദൂതരിൽ നിന്ന് ബിലാലിനോട് ഇപ്രകാരം അഫല അകൂനു അബ്ദൻ ശകൂറ എന്ന്. എന്നിട്ട് അനുബന്ധം പറഞ്ഞു, ലഖദ് നസലത് അലയ്യൽ ലൈലത ആയതുൻ, അള്ളാഹുവാണേ എനിക്ക് ഈ രാത്രി ഒരായത്ത് അവതരിച്ചിരിക്കുന്നു. വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ, ആ വചനം ഓതുകയും അതിൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്തവന് നാശം എന്ന്. വൈലുൽ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ എന്നിട്ടാണ് ഓതിക്കൊടുത്തത്. ആ വചനമേത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകില്ലതി എന്ന് തുടങ്ങിയിട്ടുള്ള ഈ മഹൽ വചനം, സൂറത്തുൽ ബഖറയിലെ 164 വചനം. നോക്കൂ നിങ്ങൾ ഈ തിരുമാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ വിശിഷ്യ വാനങ്ങളിൽ ദൃഷ്ടി നട്ട് മനസ്സ് നട്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തു. അത് തിരുപ്രവൃത്തിയായി തിരുചര്യയായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരുനബിയുടേത് മൊഴിയായും കൽപ്പനയായും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂ നുഐം അവിടുത്തെ ഹിലിയത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിൽ തിരുദൂതർ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് പറയുന്നത്, തഫക്കറു ഫീ ഖൽഖില്ലാഹ് വലാ തഫക്കറു ഫില്ലാഹി അസ്സ വജൽ എന്നാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിങ്ങൾ ചിന്തിക്കൂ, അള്ളാഹുവിൻ്റെ സത്തയുടെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അബൂദാവൂദിനി തയാലിസി നിവേദനം ചെയ്യുന്ന ഹദീസിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇപ്രകാരം, തഫക്കറു ഫി ആലാഇല്ലാഹ് വലാ തഫക്കറു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ചിന്ത നടൂ, അള്ളാഹുവിൻ്റെ സത്തയുടെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞു, അന്നദുറു ഇലൽ മഖ്ലൂഖാത്തിൽ ഉലുവിയ്യതി വസ്സുഫ്ലിയ്യ അലാ വജ്ഹി തഫക്കുരി വൽ ഇഅ്തിബാർ മഅ്മൂറുൻ ബിഹി മൻദൂബുൻ ഇലൈഹി, സൃഷ്ടികൾ അത്യുന്നതങ്ങളിൽ ഉള്ളവയുണ്ട്, താഴ്ഭാഗങ്ങളിലും ഉണ്ട്, മേലെ ആകാശത്തിലും കീഴെ ഭൂമിയിലും സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളിലേക്ക് നോക്കലും എങ്ങനെ? അലാ വജ്ഹി തഫക്കുരി വൽ ഇഅ്തിബാർ, ചിന്തിച്ചുകൊണ്ടും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ടും നോക്കൽ. മഅ്മൂറുൻ ബിഹി, കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. മൻദൂബുൻ ഇലൈഹി, അതിന് നിർദ്ദേശവും പ്രോത്സാഹനവുമുള്ള വിഷയമാണ്. ഈ പ്രമാണവചനങ്ങളെ മുഖവിലക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. സച്ചരിതരായ മുൻഗാമികൾ ഇങ്ങനെ ചിന്തിക്കുന്നവരും ഗുണപാഠം ഉൾക്കൊള്ളുന്നവരുമായിരുന്നു എന്നത് പലരുടെയും ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. മഹദി, ഉമ്മുദ്ദർദ, ഹുജൈമ എന്നിവരോട് അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാദത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഇബാദത്ത് എന്തായിരുന്നു എന്ന്. മഹദി പറയുന്നത് അത്തഫക്കുറു ബിൽ ഇഅ്തിബാർ, ചിന്തിക്കുക, ഗുണപാഠം ഉൾക്കൊള്ളുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് എന്നാണ്. ഇമാം അഹ്മദ് കിതാബ് സുഹദിൽ ഉദ്ധരിക്കുന്ന ഒരു അസറാണിത്. അഫ്ദലുൽ അമൽ അൽ വറഉ വത്തഫക്കുറു, ഏറ്റവും ശ്രേഷ്ഠ കർമ്മം വിരക്ത ജീവിതമാണ്, ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ്. ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞതായി അബു ഹാത്തിമുൽ ബുസ്തി അദ്ദേഹത്തിൻ്റെ റൗദത്തുൽ ഉഖലായിൽ നൽകിയ ഒരു അസറാണിത്. ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, സമീഅതു ഗൈറ വാഹിദിൻ വല ഇസ്നൈനി വല സലാസ മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലൂൻ, സഹാബികളിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ധാരാളം ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന ദിയാ അൽ ഈമാനി ഔ നൂർ അൽ ഈമാൻ അത്തഫക്കുർ, ഈമാനിൻ്റെ വെട്ടവും വെളിച്ചവും അത് ചിന്തിക്കലാകുന്നു
എന്ന് ഇബ്നു കസീർ തഫ്സീറിൽ ആമിർ ബിൻ ഖൈസിൽ നിന്ന് ഉള്ള ഈ അസർ നൽകിയിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരികളെ, തിരുചര്യകളെ നമ്മൾ കേട്ടു, സച്ചരിതരെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ വചനം ലിഖൗമി യഖിലൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ പഠിച്ചു. പക്ഷേ ദൃഷ്ടാന്തങ്ങളിൽ, തെളിവുകളിൽ, പ്രമാണങ്ങളിൽ പഠനം നടത്തി ചിന്ത നട്ട് ആലോചിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുന്നവർ എവിടെ എന്നത് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്.